മന്ത്രി കെ രാജൻ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. രാജേട്ടാ, പൂരാവേശം പൂരം തകർക്കാണ്. തൃശ്ശൂരിന് ഒരു കുറവുണ്ടാകില്ല. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പൂരം അതിഗംഭീരമാണ്. ഇപ്പോൾ കണിമംഗലം ശാസ്താവാണ് ആദ്യം പൂരത്തിലേക്ക് വരിക. അതിപ്പൊക്കെ അറിയാം. ആദ്യത്തെ വരവ് ഘടകപൂരങ്ങളിൽ കണിമംഗലം ശാസ്താവാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആചാരമനുസരിച്ച് വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ ശാസ്താവ് വടക്കുന്നാഥന്റെ മുമ്പിൽ എത്തി വണങ്ങി. ഗുരുസ്ഥാനീയനാണ് ശാസ്താവ് വടക്കുന്നാഥനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് കൃത്യസമയക്രമമാണ്. 7:30 മണിക്ക് മേളം ആരംഭിച്ചാൽ 8:30 മണിക്ക് തന്നെ തീരാവുന്ന വിധത്തിൽ കൊളശ്ശേരി അമ്പലത്തിലേക്ക് അടുക്കുകയാണ്. ആ കൊളശ്ശേരി അമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് വീണ്ടും നമ്മൾ മേളത്തിലേക്ക് കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും അല്ലേ? കുറച്ച് സമയം ഇറക്കില്ല. ഇവിടെ വന്ന് ചേർന്ന് വളരെ ചെറിയ സമയം കൊണ്ട് ഏറെ വടക്കുന്നാഥനിലേക്ക് പോകും. കൃത്യം 7:30 തന്നെ അവിടെ മേള. രാജേട്ടൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഇത് പൂരച്ചൂടാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടാണോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് ചൂടാണോ? ചൂട് 3 ചൂടും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാണ്. എന്തായാലും ഒരു ചൂടിനും കുറവുണ്ടാകില്ല. പൂരം അതിഗംഭീരമായി നടക്കും. തെരഞ്ഞെടുപ്പും അതിഗംഭീരമായി പോകും. ഇന്നും നാളെയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പൂരം തന്നെയാണ്. പൂരം ആഘോഷിക്കാത്ത തൃശ്ശൂർക്കാർക്ക് മറ്റൊന്നുമില്ല. ഇത്തവണ വെടിക്കെട്ടിനെ രണ്ട് വിഭാഗത്തിനും ഒരാൾ തന്നെയാണല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കുടമാറ്റത്തിലാണോ വെടിക്കെട്ടിലാണോ ഒരു സർപ്രൈസ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതെല്ലാമാണ്. ഇത് യഥാർത്ഥത്തിൽ കേരള മോഡൽ ഇതാണ്. ഒരേ വിഭാഗത്തിന് മത്സര വിഭാഗത്തിന് രണ്ടുപേർക്കും ഒരാൾ തന്നെ വെടി പൊട്ടിച്ചാലും വളരെ ആത്മസംതൃപ്തി ഉണ്ടാകും എന്ന് കേരളം. ആര് പൊട്ടിച്ചാലും നന്നായി പൊട്ടും. തൃശ്ശൂരിലൊരു കുറവുണ്ടാവില്ല. ഇത്തവണത്തെ കുടമാറ്റമൊക്കെ അരങ്ങ് തകർക്കും. ഒരുപാട് രഹസ്യങ്ങൾ രണ്ട് വിഭാഗങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അരങ്ങ് തകർക്കലാകും ഇത്തവണ പൂരത്തിൽ.